ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ആ ചാണ്ടി ഉമ്മൻ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ അഡ്വക്കേറ്റ്സ് പാനലിൽ കയറിപ്പറ്റുമ്പോൾ രാഷ്ട്രീയമായി തെറ്റാണെന്ന് കോൺഗ്രസിന് തോന്നാത്തത് എന്താണ്? കോലി ബി മോഡലും കോൺഗ്രസ് BJP വോട്ട് കച്ചവടവും ഒക്കെ യാഥാർത്ഥ്യമായ നാട്ടിലാണ് മോദി സർക്കാരിന് ചാണ്ടി ഉമ്മൻ വിശ്വസ്തനായി തോന്നുന്നത്. ഇതിൽ അസ്വാഭാവികത തോന്നാത്തവരായി മാധ്യമലോകം മാറുന്നതും എന്തുകൊണ്ടാണ്? RSS ബന്ധത്തിൻ്റെ അന്തർധാര തേടുന്നവർക്ക് മുന്നിൽ ഇതൊക്കെ മുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ K. സുധാകരനെയും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ VD സതീശനെയും ചൂണ്ടിക്കാട്ടിയാണ് RSS ബന്ധം ആർക്കെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിച്ചത്. കേരളത്തിലെ 3 മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPക്കാരായി. 4-മത്തെയാൾ ഉമ്മൻചാണ്ടിയുടെ മകൻ മോദി സർക്കാരിൻ്റെ വിശ്വസ്തനായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ, N. ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ, A. സജീവൻ, മാധ്യമപ്രവർത്തകൻ. ശ്രീ N. ശ്രീകുമാർ, ഇതൊരു രാഷ്ട്രീയ നിയമനമാണ്. സ്വാഭാവികമായും ഭരിക്കുന്ന കാലത്ത് അതാത് സർക്കാരുകളിലെ അവരുടെ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവർക്ക്, ആ നിലയിൽ അഭിഭാഷക വൃത്തിയിൽ നിൽക്കുന്നവർക്ക് ഒക്കെ ആണ് അതിൻ്റെ ഒരു പരിഗണന ലഭിക്കാറുള്ളത്. അത്തരത്തിലൊരു രാഷ്ട്രീയ നിയമനമാണിത്. ആ രാഷ്ട്രീയ നിയമനത്തിലേക്ക് ചാണ്ടി ഉമ്മൻ എന്ന MLA, ഉമ്മൻചാണ്ടിയുടെ മകൻ, എങ്ങനെ ഒരു ഫിറ്റാകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അത് അങ്ങനെ തന്നെ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ചാണ്ടി ഉമ്മൻ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ നയങ്ങൾ, നടപടികൾ കോടതികളിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ എന്ന കോൺഗ്രസ് MLA കേരളത്തിൽ ഏൽപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം മോദി സർക്കാരിൻ്റെ വിശ്വസ്തനായി ചാണ്ടി ഉമ്മനെ അവർ കാണുന്നു എന്നല്ലേ? നോക്കൂ ശരത്തെ, നിങ്ങളിന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ ചർച്ച ചീറ്റിപ്പോയി. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല, ഒരു പട്ടികയില്ല, അത് ക്യാൻസൽ ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ലിസ്റ്റ് ശരത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിലെ രണ്ടാമത്തെ ആളുടെ പേരൊന്ന് വായിക്കുക. അദ്ദേഹത്തിൻ്റെ CPM ബന്ധം എന്താണെന്ന് ഒന്ന് നോക്കുക. പിന്നെ അതിലുള്ള മറ്റു എല്ലാ പേരുകളും വായിച്ചു നോക്കുക. എത്ര CPMകാരുണ്ട്, എത്ര CPIക്കാരുണ്ട്, എത്ര മുസ്ലിം നാമധാരികളുണ്ട്, എത്ര BJPക്കാരുണ്ട് എന്ന എണ്ണം എടുക്കുക. എന്നിട്ട് അതിലൊരു MLA ഉണ്ടോ? തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊരു MLA ഉണ്ടോ? ചർച്ച സജീവമായി മോദി BJP രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരു MLA, ആ നിലയിലൊരു നേതാവ് ഉണ്ടോ? ഇന്ന് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ചർച്ചയ്ക്ക് വരുന്ന ചർച്ച സംഘടിപ്പിക്കുന്ന ശരത്താണല്ലോ. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് നിയമിച്ചതാണ്, ഇതിൻ്റെ നിയമനം എന്തായിരുന്നു എന്നുള്ളത്. ഇതൊരു CPMൻ്റെ ഗവൺമെൻറ് കാലത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന സതീശനാണ് 2ാം നമ്പറുകാരൻ. അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. ഒരു CPIക്കാരുണ്ട്, പേര് ഞാൻ മറന്നുപോയി. ആ ലിസ്റ്റിലുണ്ട് എല്ലാവരും. ഇത് ഗവൺമെന്റ് ചോദ്യം, ഉമ്മൻചാണ്ടിയെ പോലൊരു കോൺഗ്രസിന്റെ രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള കോൺഗ്രസ് MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മനെ പോലെ താരതമ്യം ചെയ്യാവുന്ന മറ്റൊരു പേരില്ല. ഒന്ന്, ഈ ലിസ്റ്റില്ല എന്ന് താങ്കൾ പറയുമ്പോഴും ആ ലിസ്റ്റിൽപ്പെട്ട തനിക്ക് ഈ പദവി വേണ്ട എന്ന് കേരള നിയമസഭാംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അത് അദ്ദേഹം സ്വീകരിക്കുന്ന നിലയിൽ തന്നെയാണ് രാവിലെ തന്നെ പറഞ്ഞത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ടതല്ല. ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ, ശ്രീകുമാർ സംസാരിച്ചപ്പോൾ തന്നെ രാവിലെ അത് അദ്ദേഹം സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായത്. അത് മറ്റ് ചില കോൺഗ്രസ് അഭിഭാഷകരോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ ആരെങ്കിലുമാണ് ക്ഷണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ്സുകാരായ വക്കീലന്മാർ വേറെയുണ്ട്. ശ്രീകുമാർ, ഇദ്ദേഹം നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇന്ത്യയുടെ ആർബിട്രേഷൻ കേസ്, അതായത് ഇതൊരു സാധാരണ കളക്ടറുടെ കീഴിലുള്ള ഒരു കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണിത്. ഇത് മുൻകൂട്ടി അദ്ദേഹം ഒരു വക്കീലാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ഡൽഹിയിലാണ് പഠിച്ചിരുന്നത്. ആർക്ക് വേണമെങ്കിൽ ആ പോർട്ടലിൽ കയറിയാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം, അവർക്ക് സ്വീകാര്യമാണെങ്കിൽ അവരതിൽ എടുക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടിയ ഒരു ജോലിയാണത്. ഇപ്പോഴല്ല, നേരത്തെ കിട്ടിയ ജോലിയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളത് വിവാദമാക്കി. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കട്ടെ, എന്നാണ് അദ്ദേഹം അതിനുവേണ്ടി അപേക്ഷിച്ചത്? അല്ലല്ല, ഇത് അല്ല, ഒരു
ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അദ്ദേഹം അഭിഭാഷക വൃത്തി തുടങ്ങിയ സമയത്ത്, അതായത് ഒരു അഭിഭാഷകൻ, ഏത് അഭിഭാഷകന് വേണമെങ്കിലും ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ഒരു ഗവൺമെൻറ് അതോറിറ്റി ഓഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു അഭിഭാഷക പട്ടികയാണ്. അതിന് മാർക്സിസ്റ്റുകാർ എങ്ങനെയാണ് വന്നത്? BJP-ക്കാർ വെച്ചതാണോ? അതിൽ CPI-ക്കാർ എങ്ങനെയാണ് വന്നത്? BJP-ക്കാർ വെച്ചാണോ? അതിൽ വരുന്നവരൊക്കെ BJP-ക്കാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കപിൽ സിബലിനെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ് കൊണ്ടുവന്നത് വാദിക്കാനായിട്ട്? അഭിഷേക് സിംഗ്വി എങ്ങനെയാണ് കൊണ്ടുവന്നത് വാദിക്കാനായിട്ട്? അവരൊക്കെ CPI-കാരായി മാറിയോ? വക്കീലന്മാരെന്ന് പറയുന്ന പ്രൊഫഷണലാണ്. കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു വക്കീലന്മാരായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ അവർ ഏത് ഗവൺമെൻറ്റിൻ്റെ അതൊന്നും നോക്കാറില്ല. ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ അഭിഭാഷകനാകാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് അപേക്ഷയ്ക്ക് കിട്ടും. ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പട്ടികയില്ല, അങ്ങോട്ട് ലിസ്റ്റില്ല. ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഈ ചർച്ചയുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ BJP-യെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകനെ കൂട്ടിക്കെട്ടി കൊണ്ടുവരാമെന്ന് നിങ്ങൾ ധരിച്ചത് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി BJP RSS ബന്ധത്തിൽ കിടന്ന് ഉഴലുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചരിത്രം പഠിപ്പിച്ചു, ഭൂതകാലമാണ് പഠിപ്പിച്ചത്. വർത്തമാനകാലത്തെക്കുറിച്ച് പറയാൻ എന്താ മുഖ്യമന്ത്രിക്ക് ഭയം? ഭാവി മോശമാകുമെന്ന് കരുതിയിട്ടാണോ? അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇല്ലാത്ത ലിസ്റ്റിനെ കുറിച്ചല്ല, ചാണ്ടി ഉമ്മൻ ഇല്ലാത്ത പട്ടികയെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു അഭിഭാഷകൻ ഏതൊരു ലിസ്റ്റിലേക്ക് പെടുന്നോ അത് അഭിഭാഷകനായതുകൊണ്ടാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ലാൽകുമാറിലേക്കാണ്. ഈ അഭിഭാഷക നിയമനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയ സമീപനങ്ങൾക്കനുസരിച്ച് അതിന് വിധേയമായി അവരുടെ കേസുകൾ കോടതിയിൽ പോയി നടത്താനുള്ള രാഷ്ട്രീയ നിയമനത്തിൻ്റെ പദവിയിൽ വരുന്ന ഒന്നാണ് എന്ന ശക്തമായ ബോധ്യം നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് ഏറ്റെടുക്കുന്നത്. അതിനെ ആ നിലയിൽ ന്യായീകരിച്ച K. സുധാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എടക്കാട് അദ്ദേഹം ഈ RSS ശാഖകൾക്ക് കാവൽ നിന്നിട്ടുള്ളയാളാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, അങ്ങനെയുള്ള K. സുധാകരനിൽ നിന്ന് വേറെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ദുബായിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കാതിരുന്നു. അപ്പോഴും അദ്ദേഹം ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ആ നിലയിൽ സംഘ് പരിവാർ പരിപാടിയിൽ വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ താല്പര്യത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമായി വർത്തമാനകാലത്തെ അഭിസംബോധന ചെയ്യാത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീകുമാർ അത് കാണുന്നു. ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ വളരെ ലളിതമായി സൂചിപ്പിക്കാം. പക്ഷേ ലാൽകുമാർ, ഇതിലൊരു പ്രശ്നം ഞാൻ വെറുതെ പറഞ്ഞതല്ല. R. ശങ്കർ, K. കരുണാകരൻ, AK ആൻ്റണി, ഇവരുടെ 3 പേരുടെയും മക്കൾ ഇന്ന് BJP-യിലാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ഈ നിലയിൽ മോദി സർക്കാരിന് അവരുടെ ഒരു രാഷ്ട്രീയ നിയമനത്തിലൂടെ വരുന്ന ഒരു അഭിഭാഷക വൃത്തി ഏൽപ്പിക്കാം എന്ന നിലയിൽ അവർക്ക് സ്വീകാര്യനായി മാറുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിൽ ഇപ്പോൾ ആ ലിസ്റ്റില്ല എന്ന ശ്രീകുമാറിൻ്റെ വാദത്തിനെടുത്താൽ തന്നെ ഈ ലിസ്റ്റ് പ്രകാരം എനിക്ക് ലഭിച്ച ഈ അഭിഭാഷക വൃത്തി വേണ്ട, അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം വേണ്ട എന്ന് ചാണ്ടി ഉമ്മൻ വെച്ചിട്ടില്ല. ചാണ്ടി ഉമ്മൻ്റെ ആ തീരുമാനം രാഷ്ട്രീയമായി ശരിയല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടില്ലാത്തതും പ്രധാനമാണോ, പരിഗണിക്കേണ്ടതാണോ? അതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ ലാൽകുമാർ? ഇതിനകത്ത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഞാൻ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. ശ്രീകുമാറിയേട്ടൻ പറഞ്ഞൊരു വാദം, ഒരു വക്കീൽ എന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കക്ഷിയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന കേസ് അത് മാർക്സിസ്റ്റുകാരുടെ കേസ് മാത്രമേ വരത്തുള്ളൂ, മാർക്സിസ്റ്റുകാരുടെ കേസ് മാത്രമേ വാദിക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. വക്കാലത്ത് വരുന്ന ആരുടെയും കേസ് നമ്മൾ എടുക്കും. അത് അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്ന ഡ്യൂട്ടിയാണ്. അതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അതിപ്പം ശ്രീകുമാറിയേട്ടൻ കോൺഗ്രസ്സുകാരനാണ്, ശ്രീകുമാറിയേട്ടൻ നാളെ നമ്മളെ അപ്രോച്ച് ചെയ്താൽ ശ്രീകുമാറിയേട്ടന് വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന CPM-കാരനാണെങ്കിലും നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കാര്യം അതാണ് അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്നത്. ആസ് ആൻ അഡ്വക്കേറ്റ് ദാറ്റ് ഈസ് മൈ ബൗണ്ടൻ ഡ്യൂട്ടി. അതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പം ആ ഭാഗം ഞാൻ ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രിവിലേജസിനെ കുറിച്ചും അഡ്വക്കേറ്റിൻ്റെ ഡ്യൂട്ടിയെയും ഞാൻ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്നിലേക്ക് വരുന്ന ശ്രീകുമാറിയേട്ടനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. എന്നിലേക്ക് വരുന്ന ഒരു BJP-ക്കാരൻ ആര് തന്നെ ആകട്ടെ BJP-ക്കാരനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷേ ഞാൻ BJP-ക്കാരൻ്റെ അടുക്കിലോട്ട് പോയി BJP സർക്കാരിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ച് എന്നെ കൂടെ അതിനകത്ത് എടുക്കണമെന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്ന ഒരു കാര്യമല്ല. രണ്ടും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അതാണ് അവിടുത്തെ ഡിഫറൻസ്. അതാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ പ്രിവിലേജസും ഡ്യൂട്ടീസും നമുക്കങ്ങ് മാറ്റിവിടാം. അത് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തതിന് കാര്യം, നിങ്ങൾ ഏത് കക്ഷിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനകത്ത് എനിക്ക് സംശയമില്ലെങ്കിൽ പോലും ഞാൻ
ആരുടെ അടുക്ക പോയി ഒരു കാര്യം അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന് വലിയ കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പം ലാൽകുമാർ ഒരു അഭിഭാഷകൻ്റെ പോസ്റ്റിലേക്ക് ശ്രമിക്കുന്നു, ഞാൻ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ല എങ്കിൽ ബി ജെ പി ഇരിക്കുമ്പം ബി ജെ പിയുടെ ആൾക്കാരെ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ കാര്യം ശ്രമിക്കുന്നു. അവിടെ കുഴപ്പം എന്താ? അവിടെ ഇനീഷ്യേറ്റീവ് എൻ്റെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഐഡൻറ്റിറ്റി ഒരിക്കലും അഭിഭാഷകൻ്റെ ഐഡൻറ്റിറ്റി മാത്രമല്ല. ലുക്ക്, ഐ എം എ പൊളിറ്റിക്കൽ പേഴ്സൺ. ഇപ്പം ഞാൻ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു വ്യക്തമായ വർക്കുണ്ട്, ഞാനത് എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ്. പക്ഷേ ഞാനൊരു പൊളിറ്റിക്കൽ ആളാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഐഡൻറ്റിറ്റി, അപ്പോൾ ഒരാൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മന് അഡ്വക്കേറ്റ് മാത്രമായിട്ടുള്ള ഒരു സ്വത്വം അല്ലല്ലോ ഉള്ളത്. ആ അഡ്വക്കേറ്റായിട്ടുള്ള ഇപ്പോൾ കപിൽ സിബാലിനെ എൻഗേജ് ചെയ്യുന്നു. സംസ്ഥാന സർക്കാർ പറയുകയാണ് കപിൽ സിബാലിനെടുക്കൽ ഞങ്ങൾക്ക് ലീഗൽ അഡ്വൈസ് വേണം, സീനിയർ എൻഗേജ്മെൻറ്റ് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ കോൺഗ്രസ്സുകാരനെ അല്ല വിളിക്കുന്നത്, കപിൽ സിബാലിനെയാണ് വിളിക്കുന്നത്. സീനിയർ എൻഗേജ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്, സർക്കാർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മാർക്സിസ്റ്റുകാരനെ ഇപ്പോൾ ഇതിനകത്ത് ലിസ്റ്റിനകത്ത് വന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏത് മാർക്സിസ്റ്റുകാരനാണ് അതിനകത്തുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനാണ് അതിനകത്ത് ബാധ്യതയുള്ളത്. ഉമ്മൻചാണ്ടിയുടെ മോന് മറ്റൊരു ഐഡൻറ്റിറ്റിയും കൂടെ ഉണ്ട്. എന്താണ്? അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് MLA ആണ്. കോൺഗ്രസ് MLA ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ സർക്കാരിൻ്റെ ആശയം അപ്ഹോൾഡ് ചെയ്യാൻ അവർ വിളിക്കാത്ത പക്ഷം ഇദ്ദേഹം അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്ത് ഒരു ജോബിന് ഒരു ജോബ് സീക്കർ ആകണോ അല്ലെങ്കിൽ ജോബ് ഹണ്ടർ ആകണോ എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ ചോയ്സാണ്. ഞാൻ അവിടെയാണ് ഇതിനകത്ത് പൊളിറ്റിക്സ് കാണുന്നത്. പൊളിറ്റിക്സ് വഴി അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനതാ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു BJP കാരൻ്റെയോ RSS കാരൻ്റെയോ കേസ് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഞാൻ എടുക്കുമെന്നാണ് പറഞ്ഞത്, അല്ലേ? ഞാൻ എടുക്കത്തില്ലെന്നല്ലല്ലോ പറഞ്ഞത്. കാര്യം അതെൻ്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ലായിരിക്കാം, പക്ഷേ അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്ന ഡ്യൂട്ടിയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ അതുപോലല്ല ലാൽകുമാർ പോയി അവിടെ പോയി ഒരു ജോബ് അപ്ലൈ ചെയ്ത് അതിനകത്ത് കയറുന്നില്ല. വ്യത്യാസമുണ്ട്. അപ്ലൈ ചെയ്യുന്നിടത്ത് അതിനകത്ത് രാഷ്ട്രീയമായ ഒരു അപകടം ഇരിക്കുന്നു. അത് പൊളിറ്റിക്സാണ്. അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യുകയും അദ്ദേഹം മേടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല ശ്രീകുമാരി ഏട്ടാ. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ വ്യത്യാസം. എന്നെ കേട്ടവർക്കത് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ. സജീവൻ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് നേരത്തെ N. ശ്രീകുമാറും ഇപ്പോൾ ലാൽകുമാറും പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ലാല് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അദ്ദേഹത്തെ തേടി വന്നതല്ല. ഇദ്ദേഹം ആ മോദി സർക്കാരിലേക്ക് ഒരു അപേക്ഷകനായി പോയി അവരുടെ ആ നിലയിൽ ഒരു സർക്കാരിൻ്റെ പോളിസിക്കൊപ്പം നിന്നുകൊള്ളാം, ആ നിലയിൽ കോടതികളിൽ അതുമായി ബന്ധപ്പെട്ട്. കാരണം അതിനകത്തൊരു ജനകീയ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ സമീപനത്തിലൂടെ രാഷ്ട്രീയമായി ഒരുപാട് വിയോജിപ്പുകൾ കോൺഗ്രസ് അടക്കമുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാം. എന്നെല്ലാം ഇരിക്കെ അവിടേക്ക് അപേക്ഷകനായി പോയി ഒരു ആ ഉത്തരവാദിത്വം ചോദിച്ചു വാങ്ങിച്ചെടുക്കുന്നതിലെ ഒരു രാഷ്ട്രീയ പ്രശ്നം ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട് ലാല് ഉന്നയിച്ച ഒരു ഗൗരവമായ വിഷയമുണ്ട്. ഇതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ തലം കോൺഗ്രസ് പാർട്ടിക്ക് ഇത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നൊന്നുണ്ടോ? ലാല് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വക്കീലിന് ആരുടെയും കേസെടുക്കും. ചിലപ്പോൾ നമ്മൾ വക്കീലാവണമെന്നില്ല, നമ്മൾ ചില ഘട്ടത്തിൽ ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥയിൽ എന്ത് തൊഴിലും എടുക്കും. ഏത് ദുഷ്ടന്റെ കീഴിലും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യും. ഇപ്പോൾ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗതികെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു തൊഴിലിനെ അപേക്ഷിച്ചു ചാണ്ടി ഉമ്മൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സമ്മതിക്കണം. കാരണം ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ അതാണ് എങ്കിൽ സമ്മതിക്കാം. പക്ഷെ അതല്ലല്ലോ യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടെ മകൻ ജീവിക്കാൻ ഗതിയില്ലാതെ അങ്ങനെ BJP സർക്കാരിനടുത്ത്, എന്നാൽ പിന്നെ നിങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഈ കേസുകൾ വാദിക്കാനായിട്ട് എന്നെ ഉൾപ്പെടുത്തണം, വേറെ ഒരു പണിയും കിട്ടാനില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നിവൃത്തികേടിന്റെ പ്രശ്നമാണ്. ഇവിടെ നിവൃത്തികേട് അങ്ങനെ ചാണ്ടി ഉമ്മനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത സൗകര്യമുള്ള ഒരാളാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് അഭിഭാഷകനാവുന്നതിന് ഈ ഒരു തിട്ടൂരത്തിന്റെ ആവശ്യമില്ലല്ലോ. ദേശീയപാത അതോറിറ്റിയുടെ ഈ ലീഗൽ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാവണ്ടല്ലോ. അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ടുള്ള അഭിഭാഷകനായിട്ട് നിൽക്കാൻ പറ്റും. അത് ഉണ്ടായിട്ടും ഇങ്ങനെ അപേക്ഷിച്ചു എന്ന് പറയുന്നത്
അതാണ് ലാൽകുമാറോട് പറഞ്ഞ പോലെ അതാണ് നമ്മളെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത്. പിന്നെ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴും അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ലല്ലോ. ആ ലിസ്റ്റ് ഇല്ല എങ്കിൽ അത് വേണ്ട എന്ന് വെച്ചത് ചാണ്ടി ഉമ്മൻ എനിക്ക് അതിലൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞുകൊണ്ടാണോ? അല്ലല്ലോ. അദ്ദേഹം അത് അല്ല, അദ്ദേഹം അത് വേണ്ട സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ലിസ്റ്റ് ഉണ്ടായി. അതെ, അദ്ദേഹം അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇത് അദ്ദേഹം അപേക്ഷിച്ചു എന്ന് പറയുന്ന ഒന്ന് ബോധപൂർവം BJP സർക്കാരിന്റെ കീഴിലുള്ള, അപ്പൊ പലപ്പോഴും നമുക്കറിയാം ഇവിടെ ആസിഫ് അലിയെ പോലെ ഒരാൾ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നില്ല. അത് UDF ഭരിക്കുമ്പോഴാണ്, കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ളതൊക്കെയാണ്. എപ്പോഴും പ്രോസിക്യൂട്ടർമാർ അങ്ങനെയാണ്, രാഷ്ട്രീയ താല്പര്യത്തിലാണ് വരാറുള്ളത്. അത് ഏത് മുന്നണി ഭരിക്കുമ്പോൾ, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴും അതാണ് ഉണ്ടാവുക. അതേപോലെ ആണ് എങ്കിൽ കുഴപ്പമില്ല. ഇത് BJP ഭരിക്കുമ്പോൾ അതിനുവേണ്ടി അപേക്ഷിക്കുന്നു, അവിടെ കിട്ടുന്നു. അപ്പോൾ എനിക്കറിയില്ല ലിസ്റ്റിൽപ്പെട്ട എത്ര പേര് CPI-ക്കാരുണ്ട്, എത്ര പേര് CPM-കാരുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരാൾ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും അത് ഈ ചാണ്ടി ഉമ്മൻ തന്നെയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ടല്ല ലിസ്റ്റില്ലാതായത്, അത് മറ്റെന്തോ കാരണങ്ങളുണ്ടാവും. അപ്പൊ ചാണ്ടി ഉമ്മൻ ഇത് അപേക്ഷിച്ചതാണ്, അത് സ്വീകരിച്ചതാണ്. കിട്ടിയിട്ട് ആ ലിസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അബദ്ധത്തിന് അപേക്ഷിച്ച് പോയതാണ് എന്ന് പറഞ്ഞ് ഞാൻ MLA ആവുന്നതിന് മുമ്പേ അപേക്ഷിച്ച് പോയതാണ് എന്നും പറഞ്ഞിട്ടില്ല. അപ്പോ വളരെ കൃത്യമാണ്, അദ്ദേഹത്തിന് അറിയാം BJP സർക്കാരിന്റെ കീഴിൽ ഉള്ള ഒരു പരിപാടിയാണ് ഇത്. അതിൽ ഞാൻ അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ആ വിമർശനമൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ BJP സർക്കാർ ഭരിക്കുമ്പോഴാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കുമെന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ, പക്ഷെ അത് അങ്ങനെ പറയണം. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ അതിൽ ഇന്നയാളില്ലേ മറ്റാളില്ലേ എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. ഇവിടെ CPM-കാരുണ്ടെങ്കിലും CPI-ക്കാരുണ്ടെങ്കിലും ഒക്കെ അത് തെളിയിക്കപ്പെടണം. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ന്യായീകരണമല്ലല്ലോ ചാണ്ടി ഉമ്മൻ ഈ ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളത്, അതിനുവേണ്ടി അപേക്ഷിച്ചു എന്നുള്ളത്. അപ്പോ അതാണ് പ്രശ്നം. ചാണ്ടി ഉമ്മനെ പോലെ വളരെ പരിണതപ്രജ്ഞനായിരിക്കേണ്ട ഒരാൾ, വളരെ പരിണതപ്രജ്ഞനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ അതാണ് പലപ്പോഴും ഈ അനിൽ ആന്റണി BJP-യിലേക്ക് പോയപ്പോൾ ചില കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിതാവിന്റെ രാഷ്ട്രീയം തന്നെ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെയല്ലല്ലോ, കോൺഗ്രസ് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി BJP-യിലേക്ക് പോയിട്ട് ഇത് ഏറ്റെടുക്കാം, അതിൽ കുഴപ്പമില്ല. അനിൽ ആന്റണി ചെയ്താണ് കുറെ കൂടി മാന്യത. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി, BJP-യിലേക്ക് പോകണം തോന്നി, അവിടെ കുറെ കൂടി പച്ചയുണ്ടെന്ന് തോന്നി, അങ്ങോട്ടേക്ക് പോയി. പത്മജ വേണുഗോപാൽ പോയത് ഇതേപോലെ. മോഹൻ ശങ്കർ അതിനു മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ R ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ അപ്പുറത്തേക്ക് പോയതും പച്ച കണ്ടു പോയതായിരിക്കാമല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അപ്പുറം പോവേണ്ടിയിരുന്നു. അദ്ദേഹം അപേക്ഷിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ് എന്നും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും അങ്ങനെ ഉള്ള ഒരു സർക്കാരിന് കീഴിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാവും. അത്രയൊക്കെ അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ടല്ലോ, അദ്ദേഹം അഭിഭാഷകനാണല്ലോ. സ്വാഭാവികമായിട്ടും അതറിഞ്ഞിട്ടും അപേക്ഷിക്കുമെങ്കിൽ അതിന് എനിക്കൊരു പ്രശ്നമില്ല. അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയില്ല ഇത്തരത്തിൽ. ഇപ്പൊ ശ്രീകുമാറാണ് ഇതിനെ കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞത്. മറ്റ് കോൺഗ്രസ്സുകാരും, അതായത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ആരും ഇത് സംബന്ധിച്ച് ഒരു കാര്യത്തിന് വിശദീകരണം നൽകിയിട്ടില്ല. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വിശദീകരണം ചോദിക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർക്കും ഇതിനോട് ഒന്നുകിൽ യോജിപ്പില്ല, അല്ലെങ്കിൽ അവർ ഇതിന് നേരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. റൈറ്റ്. ഇവിടെ ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ A. സജീവൻ പറഞ്ഞു വെച്ച ഒരു ഗൗരവമുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇപ്പോൾ ജീവിക്കാൻ ഒരു അടിയന്തര സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു യുക്തി ഇക്കാര്യത്തിൽ അവതരിപ്പിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധമാണ് ചാണ്ടി ഉമ്മൻ്റെ ഒരു പൊതു കാര്യം ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. ഇതിലൊരു പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് അദ്ദേഹം ഇതിൽ അപേക്ഷകനായി അങ്ങോട്ട് പോയി വാങ്ങിച്ചെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇങ്ങനെ ഒന്ന് ഏറ്റെടുത്താൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ വിമർശനത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടാകാവുന്ന അവമതിപ്പിനും സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാവണമല്ലോ ചാണ്ടി ഉമ്മൻ. അതൊക്കെ അറിഞ്ഞിരുന്നിട്ടും അതൊക്കെ മറന്നും അതൊക്കെ അവഗണിച്ചുകൊണ്ടും അങ്ങനെ ഒരു ബന്ധമാകാം എന്ന് വിചാരിച്ചാൽ അതിലെന്തോ അപാകതയുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് MLA ആയി നിയമസഭയിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ അധാർമികതയോ വൈരുദ്ധ്യമോ വളരെ പ്രകടമായി നിഴലിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് പോലും ആ നിലയിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നു. ഉദാഹരണം, തിരുവഞ്ചൂർ പറഞ്ഞത് പാർട്ടി പരിശോധിക്കണം എന്നാണ്.
അല്ലാതെ ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. നോക്കൂ ശരത്തെ, ഇവിടെ എൻ്റെ സുഹൃത്ത് സജീവനൊക്കെ എത്ര ഒരു ലഘൂകരിക്കാണിത്. ഒരു അഭിഭാഷകൻ അയാളുടെ തൊഴിലിന് വേണ്ടി ജീവിക്കാൻ തൊഴിലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പരിഹസിക്കുകയല്ല വേണ്ട സജീവ. അതായത് ചാണ്ടി ഉമ്മൻ ഈ ലിസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ BJP സർക്കാരിന് അപേക്ഷിച്ചു, BJP സർക്കാരിന് അപേക്ഷിച്ചു എന്ന് വെക്കുമ്പം ഇത് കേൾക്കുന്നവർക്കും നരേന്ദ്രമോദിയുടെ മുമ്പിൽ അപേക്ഷ കൊണ്ട് ചെന്നാണെന്ന്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ കയറിയാൽ ഏതൊരു വക്കീലിനും ലാൽകുമാറിനൊക്കെ ഭംഗിയായിട്ട് അറിയാതെ അദ്ദേഹം പറയാതിരിക്കുകയാണ് ഇത് അപേക്ഷിക്കാം. അതിനല്ലേ അപേക്ഷകൻ എന്ന് പറഞ്ഞത്? അതാണ് അപാകത എന്നാണ് ശ്രീ സജീവൻ താങ്കളോട് ഒരു ചോദ്യം ഉന്നയിക്കാൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അല്ല താങ്കളോട് പറയട്ടെ ഒരു മിനിറ്റ് പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് മതി. അപ്പൊ ആ ഹൈവേ അതോറിറ്റി ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് ഉത്തരം മതി. എനിക്ക് പറയാനുള്ള പറയട്ടെ. ആ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്, മാർക്സിസ്റ്റുകളുണ്ട്. ഈ മാർക്സിസ്റ്റുകളും CPI-ക്കാരും ഒക്കെ സംഖ്യകളാണെന്ന് ശരത്ത് പറയുവോ? കൈരളിച്ചാലെ പറയുവോ? എന്താ ചാണ്ടി ഉമ്മനെ മാത്രം നിങ്ങൾ? ചാണ്ടി ഉമ്മൻ MLA ആണ്, കോൺഗ്രസ് നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അവിടെ അപേക്ഷകനായി പോയി വാങ്ങിച്ചെടുത്തതാണ്. അതിനെ താങ്കൾ പൊതുവൽക്കരിച്ചുകൊണ്ട് താങ്കൾക്ക് കുറെ പേരുകൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവർക്ക് ആർക്കും നമ്മൾക്ക് ഈ താരതമ്യം ചെയ്യാൻ കഴിയില്ല, യാതൊരു സംശയമില്ല. താങ്കളുടെ ആ വാദം നിരർത്ഥകമാണ്. ശരത്ത് എന്റെ വാദം നിരർത്ഥകട്ടെ. അല്ല ശരത്തേട് ഉരുളണ്ട. ഇപ്പൊ ചാണ്ടി ഉമ്മനാണ് ഉരുളുന്നത്. ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലല്ല ഞങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഞങ്ങളാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് ഇന്നലെ. ഇപ്പൊ ക്യാൻസൽ ചെയ്തു. ഒന്ന് ഞാൻ പറയട്ടെ ശ്രീകുമാർ സാർ, അതതിന്റെ സാങ്കേതികത്വമാണെന്നേ. ചാണ്ടി ഉമ്മൻ വേണ്ടാന്ന് വെച്ചില്ല. രണ്ട്, മോദി സർക്കാരിന് മുമ്പിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് കീഴിൽ വരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അപേക്ഷകനായി പോയി ഈ പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപേക്ഷകനായി അങ്ങോട്ട് പോയി, വിളിച്ചു വരുത്തിയതല്ല ഇവര്. അത് തെറ്റായി പോയെന്നാണ് ഇവർ പറയുന്നത്. അല്ല പറട്ടെ ശരത്തെ, ഇതാ പറഞ്ഞത്. ഇനി പറഞ്ഞു ശരത്തെ ഒരു മിനിറ്റ്. നിങ്ങൾ അപേക്ഷകനായി പോയി എന്ന് പറയുമ്പോഴേ ഇതൊരു അപേക്ഷയും കൊണ്ട് അല്ല ഞാൻ പറയാൻ അനുവദിക്കണ്ടേ, അല്ലെ എന്നെ ചർച്ച ചെയ്യുന്ന ഒഴിവാക്ക്. അപേക്ഷകനായി പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് കേട്ടോണ്ടിരിക്കുന്നവരെ ഒരു നിവേദനം കൊണ്ട് അങ്ങോട്ട് പോവാ, എന്നെ ഇതിൽ ചേർക്കണേ. അതല്ല, ഇതൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ആർക്കും കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ചാണ്ടിയുമൻ ഞാൻ പറയട്ടെ, ചാണ്ടിയുമനെ ഞാൻ പറയട്ടെ. അല്ലല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ കാര്യം പറ. ആ പോർട്ടലിൽ കേട്ട് ആർക്കും അപ്ലൈ ചെയ്യാം. അതിൽ ചാണ്ടി ഉമ്മനും മാർക്സിസ്റ്റുകളും അപ്ലൈ ചെയ്തു. മാർക്സിസ്റ്റുകളുടെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ പേര്. എപ്പോഴും ആ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അതില് ചാണ്ടി ഉമ്മൻ പോർട്ടലിൽ ആ ലിസ്റ്റിൽ കളക്ടർമാരുടെ കീഴിലുള്ള ഞാനൊരു ഞാൻ പറയട്ടെ ശരത്തെ പറയട്ടെ. നിങ്ങൾ നേതാവെന്ന് പറയല്ലേ, CPM-കാരുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ അന്വേഷിച്ചു നോക്കെ. ഞാൻ പേര് ചാണ്ടി ഉമ്മൻ എന്ന നേതാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരള നിയമസഭയിലെ കോൺഗ്രസ് MLA കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വേണ്ട, ആ നിലവാരത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റണ്ടേ? പറയാൻ പറ്റും. അല്ല അങ്ങനെ ഒരു നിലവാരത്തിൽ ചർച്ച ചെയ്യാൻ പറ്റണ്ടേ? അല്ലല്ല വേണ്ട അങ്ങനെയല്ലേ നിങ്ങളെ ഒരു മിനിറ്റ്. ഞാൻ ശരത്തെ ഒന്നേ പറയാൻ അനുവദിക്കേ. ഈ നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഇന്നെടുത്ത് ഈ ചർച്ച പൊളിഞ്ഞുപോയി. അതിന് കിടന്ന് ഉരുളണ്ട. അതായത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആള് ഈ പോർട്ടലിൽ ഉണ്ടായിരുന്ന ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത് കളക്ടറുടെ കീഴിലുള്ള വക്കീലന്മാരുടെ കാര്യമാണ്. പോർട്ടലിൽ അപേക്ഷിച്ചയാളാണോ ചാണ്ടി ഉമ്മൻ? വക്കീലന്മാരല്ല. ഈ പോർട്ടലിൽ എന്റെ ചോദ്യം, ഈ പോർട്ടലിൽ അപേക്ഷിച്ചയാളാണോ ചാണ്ടി ഉമ്മൻ? അപ്പോഴും അപേക്ഷ വെറുതെ അതെ. ഈ ലിസ്റ്റ് ഇതിപ്പോ നിങ്ങളിപ്പോഴാ കാണുന്നത്. ഈ ലിസ്റ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇത് തർക്കം ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രിയും ADGP-യും CPM ഉൾപ്പെട്ട RSS ബന്ധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ നിന്നു തരാം. നിങ്ങൾ പറഞ്ഞോ. പക്ഷേ അസത്യം ഉണ്ടാക്കരുത്. സത്യമായിട്ട് കാണണം. ഈ പോർട്ടൽ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ കളക്ടറാണ് അതിൻ്റെ ആർബിട്രേറ്റർ. കളക്ടറുടെ കീഴിൽ വരുന്ന എന്തോ നിസ്സാര കാര്യം, സ്ഥലമെടുപ്പൊക്കെയാണ്. ഒരു ഫയൽ പോലും ചാണ്ടി ഉമ്മൻ്റെ കയ്യിൽ കഴിഞ്ഞ തവണ എത്തിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് റദ്ദാക്കിയല്ലോ, ലിസ്റ്റ് റദ്ദാക്കിയല്ലോ. ഇനിയിപ്പോൾ BJP-ക്കാർ മാത്രവും. അപ്പൊ CPM-ന് സൗകര്യമായി എന്ത് BJP-ക്കാരായ അഭിഭാഷകരുടെ ഒരു ഗ്രൂപ്പിന് ഈ ലിസ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും. അതാണിന്ന് ചാണ്ടി ഉമ്മൻ. അങ്ങനെ വിശാലമായ ഒരു സങ്കല്പത്തിലാണല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചതാണ് ചാണ്ടി ഉമ്മനെ എന്ന് കൂടി പറയേണ്ടി വരും.
എന്താണ് ശ്രീകുമാർ സാർ? അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ കഴിയുമോ? കൈരളിയുടെ അതെങ്ങനെയാണ്? ഇത് യുക്തിസഹമായി നിൽക്കുന്നില്ല ഈ പറഞ്ഞു വരുന്നത്. ശ്രീ സജീവൻ, ഇതിനകത്ത് താങ്കൾ ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കാനും ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നു. അതിൽ താങ്കൾ ഇപ്പോഴും കാണുന്നത് രാഷ്ട്രീയമായ അപാകത തന്നെയാണോ? ഇല്ല, ലാലും ഞാനും പറഞ്ഞതിന് ശേഷം ശ്രീകുമാർ കുറെ കൂടി യുക്തിഭദ്രമായിട്ട് പ്രതികരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സാധാരണ ഇതിൽ ശ്രീകുമാർ ഇപ്പോൾ വളരെ കൃത്യമായ യുക്തിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് അദ്ദേഹം എന്താണെന്ന് അറിയില്ല, കുറെ വികാരാധീനാവുന്നുണ്ട്. അതിന് അതിന്റെ ആവശ്യമില്ല, നമുക്ക് കാര്യങ്ങൾ പറയാമല്ലോ. ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം ഒരു വികാരവും ഇല്ല. ഞാൻ പറയട്ടെ ഞാൻ ശ്രീകുമാർ പറഞ്ഞ ഒരു ഗതിയും ഇല്ലാത്ത ഒരാൾ, ഇപ്പൊ എന്നെ പോലെ ഒരാളൊക്കെ ഒരു വരുമാനമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ന്യായീകരിക്കാൻ വഴിയുണ്ട്. കാരണം വേറൊരു തൊഴിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാം. ഇതല്ലല്ലോ ചാണ്ടി. ഇപ്പൊ ശ്രീകുമാർ വീണ്ടും ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം, ഒരു അഭിഭാഷകൻ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അപഹസിക്കരുത് എന്നാണ് പറഞ്ഞത്. ഒരു അഭിഭാഷകൻ ഈ നിത്യവൃത്തിക്ക് വേണ്ടി ആണോ ഇത് ചെയ്തിട്ടുള്ളത്? അത് സാധാരണ അഭിഭാഷകനാണോ? അല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ടും ഈ ചാണ്ടി ഉമ്മന് വളരെ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിയിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരാള് ഈ നിത്യവൃത്തിക്ക് വേണ്ടി പോയതല്ലല്ലോ. അപ്പൊ അദ്ദേഹം അപേക്ഷിച്ചു. പിന്നെ ഈ പോർട്ടലിൽ ആർക്കും കയറി അപേക്ഷിക്കാന്ന് പറഞ്ഞു. ശരിയാണ്, ആ പോർട്ടലിൽ ആർക്കും കയറിയ, പക്ഷെ ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള ഒരു സംരംഭത്തിൽ നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇതിൽ അഭിഭാഷകനായിട്ട് അവരുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ അത് കലക്ടർക്ക് കീഴിലായാലും ADM-ന് കീഴിലായാലും ആർക്ക് കീഴിലായാലും അങ്ങനെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അല്ലാതെ പരിഗണിച്ചാൽ രാഷ്ട്രീയാതീതമായിട്ട് ചാണ്ടി ഉമ്മനെ പരിഗണിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ഉള്ള ഘട്ടത്തിൽ പോലും എനിക്ക് സൗകര്യമില്ലാതെ പറഞ്ഞ് മാറി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും. ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പേരിൽ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് നിരസിക്കാമായിരുന്നു. ഇത് കിട്ടിയിട്ടും അദ്ദേഹം നിരസിച്ചിട്ടില്ല. അങ്ങനെ കിട്ടിയതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു അവമതിപ്പ് തോന്നിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അപ്പോ ജീവിക്കാൻ ഗതിയില്ലാത്ത രീതിയിൽ എന്നുള്ള രീതിയിൽ പറയുന്നൊരു കാര്യമില്ല. അദ്ദേഹത്തെ ആരും അപഹസിക്കുകയല്ല. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഒന്നുകിൽ BJP ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ നോക്കി. എല്ലാവർക്കും അറിയാം BJP പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ പത്മജയും അനിലും ഒക്കെ അപ്പുറത്തേക്ക് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന, അതായത് ഒരു പാലമിടൽ ഇതിലുണ്ടോ ശ്രീ സജീവൻ? ഇതിലൊരു പാലമിടലുണ്ടോ? ഇപ്പോൾ ശ്രീകുമാർ പറയുന്നത് പോലെ നോക്കുമ്പോൾ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നേരിട്ട് മോദി സർക്കാരുമായി ബന്ധമില്ല എന്ന നിലയിൽ വാദിക്കാൻ പാകമാകുന്ന വിധത്തിലൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെതാണെന്ന് പറയാം. പക്ഷേ ഇതിലൊരു പാലമിടലുണ്ടോ? ഇങ്ങനെ ഒക്കെ നിന്ന് അപ്പുറത്തേക്ക് പോയ BJP-യിലേക്ക് പോയ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ എന്നൊരു അനുഭവം ഇന്ന് കേരളത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകൾ സംശയിക്കുകയോ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ഈ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ BJP അവർക്ക് അധികാരം കിട്ടും അല്ലെങ്കിൽ കിട്ടണമെന്നുള്ള അമിതമായ താല്പര്യം തുടങ്ങിയ അക്കാലത്ത് 2014 മുമ്പേ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ പാലമിടലല്ലേ. എത്ര സ്ഥലങ്ങൾ MLA-മാർ ചാക്കത്ത് പിടിക്കുന്നു. ഭൂരിപക്ഷം ഗോവയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ട്, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ഭരിച്ചതാരാണെന്ന് നമുക്കറിയാം. അങ്ങനെ പല രീതി അവര് കാശ് കൊടുത്തോ പല രീതിയിൽ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയിട്ടോ. അജിത് പവാർ എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോയത്? അജിത് പവാറിനെതിരെ ഭീകരമായ കേസ്, 3000 കോടിയുടെ ഒരു അഴിമതി കേസ് കൊണ്ടുവന്നു. അജിത് പവാർ അപ്പുറം ചാടി, പിന്നീട് ഇപ്പുറം ചാടി, വീണ്ടും കേസ് സജീവമാക്കിയപ്പോ അപ്പുറത്തേക്ക് ചാടി. ഇങ്ങനെ എത്രയോ നേതാക്കന്മാരുണ്ട്. അപ്പൊ പാലമിടാൻ പല രീതിയുണ്ട്, പ്രലോഭിപ്പിക്കാം, പല രീതിയിൽ ചെയ്യാം. അങ്ങനെയുള്ള പാലമിടലിന്റെ ഭാഗമായി തന്നെ BJP ചെയ്തതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. BJPക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റ് നോക്കി ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹം തന്നെയാണോ, പുതുപ്പള്ളിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ അറിയായിട്ടൊന്നുമല്ല. അവര് പാലം തന്നെ ഇട്ടതാണ്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയപ്പോ എന്നാ കിടക്കട്ടെ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ് പാലം ഇട്ടത് തന്നെയാണ്. അങ്ങനെയാണല്ലോ പത്മജ വേണുഗോപാൽ അപ്പുറത്ത് പോയിട്ടുള്ളത്. അങ്ങനെയാണല്ലോ അനിൽ ആന്റണി അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇവര് പോകുമ്പോ അവരുടെ ഔന്നത്യത്തിനേക്കാളൊക്കെ അപ്പുറത്ത് അവരെടുക്കം പിറകിലുള്ള വലിയ ഒരു ക്യാൻവാസ് പോലെ നിൽക്കുന്ന അവരുടെ പിതാക്കന്മാരുടെ ഒരു ഔന്നത്യമുണ്ട്. ആ ഔന്നത്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് BJPയുടെ താല്പര്യം. ആ താല്പര്യം വെച്ചുകൊണ്ട് അവർ പലതും ചെയ്യും. ഇന്ത്യയിൽ മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ
രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ ബ്രിഗേഡിൽപ്പെട്ട ആളുകളെല്ലാം അപ്പുറത്തുള്ളത്, ഓക്കെ എല്ലാ ആളുകളും അപ്പുറത്തേക്ക് പോയില്ലേ? ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന അതിന് പറ്റിയ പാലം ഇട്ടുകൊടുക്കും. ഒന്നുകിൽ ഭീഷണിയുടെ രീതിയായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രലോഭനങ്ങളായിരിക്കും, അങ്ങനെ പലതും ഉണ്ടാകും. ശരി. അതിന് നിന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, അത് ന്യായീകരിക്കുന്നതിന് പകരം അത് ശരിയാണോ, അത് ഒരിക്കൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് കോൺഗ്രസ്സുകാരായാലും ഏത് ശരി, അവിടെ ഞാൻ ലാലിലേക്ക് വരികയാണ്. ഞാൻ ശ്രീ സജീവൻ ഞാൻ വരാം. അങ്ങനെ ഇത്തരം തെറ്റുകളും ഇത്തരം ആളുകൾക്കിടയിൽ ഒരു സംശയത്തിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതുമായ ഒരു പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ നേതൃത്വം, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ദേശീയ തലത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊണ്ടുവന്നു. കേരളത്തിലെ ഒരു മുതിർന്ന MP, കോൺഗ്രസ് MP BJP ദേശീയ നേതൃത്വത്തെ സമീപിച്ചു അപ്പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്ന ഒരു വാർത്ത വന്നു. അതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കാനേ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മാധ്യമ വാർത്തകളോടും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെലക്റ്റീവായി. അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് MPമാരൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ചാണ്ടി ഉമ്മൻ MLA അങ്ങോട്ട് പോയി അപേക്ഷിച്ച് മോദി സർക്കാരിൻ്റെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റിയുടെ അഭിഭാഷകനാകാൻ തൽപരനായി അങ്ങോട്ട് പോകുന്നു. ഇത് കേരളത്തിൽ പാർട്ടിക്ക്, കാരണം ഇതുപോലെ തന്നെ ആളുകൾ പോയ സാഹചര്യമുണ്ട്, കൂടുതൽ ബന്ധം സ്ഥാപിച്ച അവസ്ഥകളുണ്ട്. ഇത് രാഷ്ട്രീയ പ്രശ്നമായി മാറും, ഇത് വല്ലാത്തൊരു മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് പകരും എന്ന് കണ്ടുകൊണ്ട് അതിനെ തടയും വിധം നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞ പോലെ ഒരു നേതൃത്വത്തിന് ഇടപെടാം. പക്ഷേ ഈ വിഷയം വന്നപ്പോഴും VD സതീശൻ അതോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണല്ലോ, കോൺഗ്രസ് നേതൃത്വം ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി അതേതു തരത്തിലാണ് ലാൽകുമാർ കാണുന്നത്? അതിൽ പോരായ്മകളോ പിശകുകളോ ഉണ്ടോ? അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം പറയേണ്ടതൊന്നല്ല. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാർ 2 പേരായിരുന്നു, AK ആൻ്റണിയും ഈ പറയുന്ന കരുണാകരനും. അവരുടെ 2 പേരുടെ മക്കളെ കോൺഗ്രസ്സിൽ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലല്ലോ. അപ്പം നമുക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ചോയ്സസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ചോയ്സസ് ഉള്ളപ്പോഴും ഇപ്പം പത്മജയുടെ കാര്യം എടുക്കുക, ഒരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കോൺഗ്രസ് മെമ്പറായിരുന്നു. അവർ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് കലഹിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പം അവിടെ ഒരു ഞാൻ അത് പറയാൻ ശ്രമിക്കുന്നത്, ബി ജെ പിയിൽ ഷീ മൈറ്റ് ബി സീയിങ് മോർ പാസ്റ്റേഴ്സ് ദർ, ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം അവരപ്പുറത്തേക്ക് പോകാതിരിക്കാൻ എന്തു ചെയ്തു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാര്യം ഞാനത് പറയുന്നത്, ഞാൻ കോൺഗ്രസിനെ എതിർത്ത് പറയുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കില്ല. പക്ഷേ കോൺഗ്രസ് അത് പരിശോധിക്കേണ്ട വിഷയമാണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം ഒന്ന്, ഇപ്പം CPIMോ കോൺഗ്രസ്സോ അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോകുമ്പം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മതനിരപേക്ഷ പാരമ്പര്യം ഈ സംസ്ഥാനത്തിനുണ്ട്. ആ നിരപേക്ഷ പാരമ്പര്യത്തെ ഡൈല്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ എതിർക്കുന്നത്. അല്ലെ, നമ്മൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം നാളെ രാവിലെ പത്മജ വേണുഗോപാൽ നമുക്ക് വോട്ട് ചെയ്യുന്ന ഒരാളല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് വോട്ട് കുറയുമ്പോഴും അത് കുറയാൻ പാടില്ല എന്ന് ഇപ്പുറത്തിരുന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ CPMൽ നിന്നൊരു ഉദാഹരണം, CPMൽ നിന്നൊരു നേതാവ് BJPയിലേക്ക് പോയി, അത് തെറ്റാണെന്ന് കോൺഗ്രസ് പറയുന്നതിന് കാരണം എന്താണ്? അത് മതനിരപേക്ഷതയെ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബാധ്യത കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്, കേന്ദ്രത്തിലെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വരുമ്പോഴാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. കാര്യം ഞാൻ തന്നെ RSSന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഗുരുജി ഗോൾവാക്കർ എന്ന് പറയുന്ന RSSൻ്റെ സൈദ്ധാന്തികൻ്റെ പടത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, VD സതീശൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളൂടെ ചേർത്ത് വായിക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളുടെ ആളെ പിടിച്ചു നിർത്താനുള്ള നിലപാട് നിങ്ങൾക്ക് എങ്ങനെ ശക്തമായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് മറുപടി, നിങ്ങൾ ആ ആശയം എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ എത്രമാത്രം അപ്പുറത്ത് നിൽക്കുന്ന ആശയം നിങ്ങൾ ഇംബൈബ് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഇതൊരു വലിയ ലാർജർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഇപ്പം ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഒരു തൊഴിലിനെ കുറിച്ചാണ്. ഒരു തൊഴിലിൻ്റെ മഹത്വത്തെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. അത് ആ അർത്ഥത്തിലല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ സംസാരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം, ലെറ്റ് മീ ടേക്ക് എ ഡിഫറെൻറ്റ് എക്സാമ്പിൾ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ മകൻ, അദ്ദേഹം
ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ താഴെ IRS ഓഫീസറായിട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാരുടെ എത്രയോ നേതാക്കന്മാരുടെ ആൾക്കാർ ഈ പറയുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ബ്യൂറോക്രാറ്റ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ പേരൊന്നും നമ്മൾ പിക്കിയാൽ ഇവരൊക്കെ രാജിവെച്ച് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു ക്ലെയിം അല്ലല്ലോ വെച്ചത്. അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ പേഴ്സണായ ഇദ്ദേഹത്തിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആ ടാർഗറ്റ് ലാലിന് മുമ്പിലേക്ക് ഒരു ഉദാഹരണം കൂടി. ലാല് നമുക്കറിയാം, ഇപ്പോൾ ദിവ്യ സയ്യർ, ശബരിനാഥിൻ്റെ ഭാര്യ അവർ വളരെ പ്രമുഖയായിട്ടുള്ളൊരു IAS ഉദ്യോഗസ്ഥയാണ്. ക്ഷമിക്കണം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കണ്ടതല്ലേ. പക്ഷേ ഇവിടെ മോദിയുടെ ഒരു അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ വരുമ്പോൾ ഒരു വിഷയമേ അല്ല. ഇവിടുത്തെ ഈ സർക്കാരുമായി ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൽ വളരെ സജീവമായി നിന്നപ്പോൾ അവർ നേരിട്ടിട്ടുള്ളൊരു സൈബർ സ്നേഹമുണ്ടല്ലോ കോൺഗ്രസിൻ്റെ. അതെ, നോക്കൂ, ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഓഫീസർ നല്ല ഓഫീസറാണ്. ശബരി നല്ലൊരു പൊളിറ്റീഷ്യനുമാണ്. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു മനുഷ്യനാണ്, മിതഭാഷിയാണ്, വായിക്കുന്ന ആളാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ മെറിറ്റിനെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. നമുക്ക് പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഞാനും ശബരിയും തമ്മിൽ ഒരുപാട് ഡിബേറ്റ്സ് ചെല്ലുന്നുണ്ട്. ദിവ്യ സയ്യരെ എനിക്കറിയില്ല, പക്ഷേ ഷീ ഈസ് ഓൾസോ എ ജെൻറ്റിൽ പേഴ്സൺ. അവരവരുടെ ജോലി ചെയ്യുന്നു, അവരോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്യുന്നു. അവിടെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതുപോലും പ്രശ്നമാക്കിയതാരാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അത് ശരത്തേട്ടൻ കൃത്യമായി സൂചിപ്പിച്ചു. അവർ ഈ പറയുന്ന പോലെ രാജിവെച്ച് പോകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടോ? അല്ലെങ്കിൽ അവർ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷന് പോകുമ്പം നിങ്ങൾ ബി ജെ പിയുടെ ആശയം പേറുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തില്ലല്ലോ. അതുപോലൊരു കാര്യമല്ല ഇത്. ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ കേസിലും ദിവ്യ സയ്യറുടെ കേസിലോ അല്ലെങ്കിൽ മറ്റൊരു ബ്യൂറോക്രാറ്റിൻ്റെ കേസിലോ ഒരു ആപ്ലിക്കേഷനോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അവിടെ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ എംപ്ലോയ്മെൻറ്റിൻ്റെ നേച്ചറും ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ നേച്ചറും രണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊരു ഡിബേറ്റിംഗ് ഇഷ്യൂ ആകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ കൃത്യമായ ഡിസ്റ്റിങ്ഷൻ ഞാൻ ആദ്യം തന്നെ തന്നു, ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ റിയൽ ഡിഫറൻസ് എന്നുള്ളത്. അപ്പം നമ്മൾ ഇദ്ദേഹത്തെ മാത്രം ഇപ്പോൾ ഒരു ജോലി, ഒരു തൊഴിൽ എന്നുള്ള അർത്ഥത്തിൽ മാത്രമായി അതിനെ എടുക്കുന്നതിൽ ഒരു ദർ ഈസ് ആൻ ഇഷ്യൂ ഇൻ ദാറ്റ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ശ്രീമാറിയേട്ടൻ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാർ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരെന്തുകൊണ്ടത് പറയുന്നു? അതിനകത്ത് ഇപ്പോൾ തിരുവഞ്ചൂരിനെ പോലെ സമുന്നതനായ ഒരു നേതാവിന് അതിനകത്തൊരു അനൗചിത്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ പാർട്ടി പരിശോധിക്കുമെന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ക്രോളിനകത്ത് ഞാൻ കാണുന്നത് തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി പരിശോധിക്കും എന്നാണ്. അപ്പോൾ ഈ പറയുന്നത് ഒരു വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എന്തിനാണ് ഇത് പാർട്ടി പരിശോധിക്കണമെന്ന് തിരുവഞ്ചൂർ പറയുന്നത്? അപ്പോൾ ശ്രീമാറിയേട്ടൻ ഇപ്പോഴത്തെ പോയിന്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടൊരു ബാധ്യത ശ്രീമാറിയേട്ടനുണ്ട്. ദാറ്റ് ഐ അക്സെപ്റ്റ്, ബിക്കോസ് ദർ ഇസ് നോ ഇഷ്യൂ ഇൻ മേക്കിംഗ് എ ഡിബേറ്റിംഗ് പോയിന്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഈ പറയുന്ന ശ്രീമാറിയേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു പോയിന്റ് മാത്രമല്ല വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന BD സദസ്സിനെ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നു അത് പാർട്ടി പരിശോധിക്കും. അപ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു വിഷയമാണ് എങ്കിൽ അതങ്ങനെ പാർട്ടി അത് പരിശോധിക്കേണ്ട കാര്യമില്ല. ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ IRS ഓഫീസറായി ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെൻറ്റിന് താഴെയുള്ള കാര്യം നമ്മൾ KPCC ചർച്ച ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? കോൺഗ്രസ് പറഞ്ഞോ? CPM പറഞ്ഞോ? ആരും പറഞ്ഞില്ല. BJPയും പറഞ്ഞില്ല. അപ്പം അങ്ങനല്ല ഈ അപ്പോയിൻമെൻ്റ് എന്ന് കോൺഗ്രസിനകത്ത് തന്നെ അറിയാം എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരു പക്വമതിയായ രാഷ്ട്രീയക്കാരന് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട് ഒരു പ്രോപ്പർ ഡെലിബറേഷൻസിൻ്റെ ഇതിൽ മാത്രമേ കാര്യം ചെയ്യാമായിരുന്നു. ഇതൊരു ഒരു തൊഴിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് എടുത്തു മാറി. ഹീ ഈസ് നോട്ട് ജസ്റ്റ് ആൻ അഡ്വക്കേറ്റ് ഓർ ഹീ ഈസ് നോട്ട് ജസ്റ്റ് അനദർ പേഴ്സൺ. ഹീ ഈസ് ദ സൺ ഓഫ് ഉമ്മൻചാണ്ടി. അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ്. അത് അദ്ദേഹം നോക്കണമായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. റൈറ്റ്. ലാലെ, ഞാൻ നേരത്തെ ആ വിഷയം സൂചിപ്പിച്ച ഒരു താരതമ്യം മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് സമീപനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ദിവ്യ സയ്യറുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ളൊരു അതൃപ്തി കോൺഗ്രസ് പ്രവർത്തകരിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേസമയം മോദി സർക്കാരുമായി സഹകരിക്കാം എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ ഒരു നിലപാട് അങ്ങോട്ട് പോയി സ്വീകരിക്കുമ്പോൾ ഒരാൾ രാഷ്ട്രീയക്കാരനും ഒരാൾ ഉദ്യോഗസ്ഥയുമാണ്. ആ വേർതിരിവൊക്കെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ മോദി സർക്കാരുമായി ഒരാൾ സഹകരിക്കാൻ തയ്യാറാകുന്ന വിധത്തിലൊരു തീരുമാനം എടുത്തങ്ങോട്ട് ചെല്ലുമ്പോൾ അതിലൊരു അപാകതയും കാണാത്ത വിധം അതിനെ സമീപിക്കാൻ കഴിയുന്നു. അതേസമയം സംസ്ഥാനത്തിനകത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കേസിൽ കണ്ട ആ ഒരു കോൺഗ്രസ് സമീപനത്തിലെ വ്യത്യസ്ത നിലപാടുകളാണ് ഞാനൊന്ന് താരതമ്യം ചെയ്യാൻ അതിലൂടെ ശ്രമിച്ചത്.
ഇവിടെ ലാലത് മറ്റൊരു തരത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, ഇതിൽ പക്ഷേ നേതാക്കൾക്കിടയിൽ ഒരു ഭിന്ന നിലപാടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു പൊസിഷൻ എടുക്കാൻ കഴിയാത്ത വിധം അവരെയും നേതൃത്വത്തെയും വെട്ടിലാക്കിയ പ്രശ്നം ഇതിനകത്തില്ല. ഇപ്പോൾ എൻ ശ്രീകുമാർ തന്നെ എത്ര കാര്യമായി ഇതിൻ്റെ പല ഭാഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മനെയും കോൺഗ്രസിനെയും ഡിഫെൻഡ് ചെയ്യാൻ ഒരു ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്തു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികാർത്ഥത്തിൽ പറയുന്നതാണെന്നേ ആളുകൾ ധരിക്കൂ. ഇന്നലെയും ഈ കേരളത്തിലെ UDF MP-മാർ അല്ലെ കോൺഗ്രസ് MP-മാരിൽ ഒരാൾ BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതുമ്പോഴും അദ്ദേഹത്തിന് അതേക്കുറിച്ച് കമൻറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ കമൻറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ മറുഭാഗത്ത് തിരുവഞ്ചൂർ പാർട്ടി പരിശോധിക്കും എന്ന് പറയുന്നു. ലാല് പറഞ്ഞ പോലെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ഭിന്ന നിലപാടുണ്ട്, അല്ലെങ്കിൽ ഒരു അവ്യക്തതയുണ്ട്. പാർട്ടിയെ ആവശ്യമില്ലാതെ ഒരു കോർണർ ചെയ്യുന്നതിന് ഇടവരുത്തി ചാണ്ടി ഉമ്മൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ പറഞ്ഞതിനകത്ത്. നമുക്ക് ശരത്തെ, ഈ ചർച്ച കാണുന്ന കൈരളിയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് നമ്മൾ 4 പേരുടെ ചർച്ചയിൽ നിങ്ങൾ 3 പേരും പറയുന്നതിലെ വൈരുദ്ധ്യവും ലാല് അത് പറയുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ലാൽകുമാർ ചില കാര്യങ്ങൾ പറയുന്നതിലെ ആ ഒരു സത്യാവസ്ഥയെ മനസ്സിലാകുന്നുണ്ട്. ശരത്തൂടെ പറയുന്നത് ചാണ്ടി ഉമ്മൻ MLA അപേക്ഷിച്ചില്ലേ, MLA അപേക്ഷിച്ചില്ലേ ചോദിക്കുന്നൊക്കെ ജനത്തിന് മനസ്സിലാവും. അല്ല, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതില് ഈ ഒരു ലിസ്റ്റിൽ പെടുന്ന അഭിഭാഷകരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ അഭിഭാഷകരെല്ലാം സംഖ്യകളാണെന്ന് വന്നാൽ അത് നിങ്ങളത് നാളെ ആ ലിസ്റ്റ് പരിശോധിച്ചാൽ, ഞാൻ ആ പേരുകൾ പറഞ്ഞു, അതിലത്തെ CPM-കാർ സംഖ്യ അഭിഭാഷകരാണോ? അതിലത്തെ CPM-ൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ആളെ CPM സംഖ്യ അഭിഭാഷകനായിട്ട് മാറും ആ ലിസ്റ്റിൽ വന്നതുകൊണ്ട്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. ശരത്തിലൂടെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു, ഇതൊരു പാലമാണോ എന്ന്. ആ പാലമാണെന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ആ പാലം എവിടുന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചർച്ച കൈരളിക്ക് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തെറ്റു പറയില്ല. ഇവിടെ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ പാർട്ടിയെക്കുറിച്ചാണ് ശരത് ഇപ്പോൾ പറയുന്നതോട് മനസ്സിലാക്കുക. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനെ കുറിച്ച് പഠിക്കാൻ, അവിടുത്തെ വികസനം പഠിച്ചിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നടപ്പാക്കാൻ നിങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ്റെ ഈ നിസ്സാര കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പോൾ ദിവ്യായിരൊന്നും വലിച്ചു കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഗവൺമെൻറ് കീഴിൽ IAS ഉദ്യോഗസ്ഥയാണ്. അവർ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിച്ചു, അത്ര മതി. ശരത്ത്, ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ADGP ഒരു പാലമായിരുന്നതൊരു ചോദ്യം ഉന്നയിച്ചിട്ട് ഒരാഴ്ചയായി. ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു, ഒരു മറുപടി കിട്ടിയില്ല കേരളത്തിന്. എന്താ മറുപടി കൊടുക്കാൻ പറ്റാത്ത? എന്താ EP ജയരാജൻ പാലമായിരുന്നോ? EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയപ്പോൾ ചോദിച്ചു ഗോവിന്ദ മാഷോടെ EP ജയരാജ BJP ബന്ധത്തെക്കുറിച്ച്. അതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആരെ ബന്ധം ഉണ്ടാക്കിയത്? എനിക്കൊരു സംശയം, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള CPM-നെ RSS അല്ല, താങ്കളിലേക്ക് തന്നെയാണ്, RSS-ഉമായിട്ടുള്ള ഒരു അന്തർധാര എന്ന നിലയിൽ ഒരുപറ്റം മാധ്യമങ്ങളോ പ്രതിപക്ഷമോ മുന്നോട്ട് വെക്കുന്ന ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഇതിലല്ലേ അദ്ദേഹം പറഞ്ഞ എന്താണ്, RSS-നെ പ്രീണിപ്പിക്കേണ്ട ഒരു ഘട്ടവും CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കെട്ട ചരിത്രം CPM-നില്ല. RSS ബന്ധം ആർക്കാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. K. സുധാകരനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം മുമ്പ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു, VD സതീശനെ കുറിച്ച് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതികരണമല്ലേ അത് ആ നിലയിൽ താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതിലെന്താണ് അപാകതയുള്ളത്? ആ പാർട്ടിയെക്കുറിച്ചുള്ള ആ പാർട്ടി നേതാവിൻ്റെ വിശദീകരണമല്ലേ അത്? മറുപടിയല്ലേ? നോക്കൂ ശരത്തെ, VD സതീശനെ കുറിച്ച് ഞങ്ങൾ കുറേ കാലമായല്ലോ പറഞ്ഞു. ഒരു മറ്റേ ഗണേശോത്സവത്തിന് വിളക്ക് കൊളുത്തിയതിനെ കുറിച്ച്. കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വിളക്ക് കൊളുത്തിയതോ? നമ്മുടെ ഇരിങ്ങാലക്കുട MLA ആയിരുന്ന അരുണൻ മാഷ് ഇരിങ്ങാലക്കുടയിൽ വിളക്ക് കൊളുത്തിയതോ? അതൊക്കെ മറന്നോ? അരുണൻ മാഷോടെ CPM വിശദീകരണം ചോദിച്ചു, അതൊക്കെ മറന്നോ നിങ്ങളെ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ CPM-ന്റെ നേതാക്കള് എന്തിനാ ചോദിക്കുന്നത്? അതൊരു ഉത്സവമാണ്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചോ? CPM എന്ന പാർട്ടി അതിലൊരു അപാകത കണ്ടുവെങ്കിൽ താങ്കൾ പറയുന്നത് വാദത്തിനെടുത്താൽ വിശദീകരണം ചോദിച്ചു താങ്കൾ തന്നെ പറയുന്നു. പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ആ പരിപാടിയിൽ വിളക്ക് കൊളുത്തി. അതിൽ കോൺഗ്രസിന് അപാകതയില്ലെങ്കിൽ വിശദീകരണം ചോദിക്കേണ്ടതേ. പക്ഷേ നാടത് വേറെ തരത്തിൽ ചർച്ച ചെയ്യും. K. സുധാകരനല്ലേ പറഞ്ഞത് RSS ശാഖയ്ക്ക് കാവൽ നിന്നു. എന്റെ സ്ഥലത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇട്ട് വിളമ്പിയിട്ടുണ്ട്. ചിലത് പഴയതായാലും പോകില്ലെന്നേ.
നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സ്പീക്കർ ഷംസീർ ഇന്നലെ പറഞ്ഞ എന്താണ്, RSS ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്, അതിൻ്റെ നേതാവിനോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. ഇത് തന്നെ നമ്മുടെ ബാലഗോപാലും പറഞ്ഞു. പക്ഷേ എന്താണ് ഈ ഒരു കാര്യം നമ്മുടെ ഗോവിന്ദ മാഷക്ക് തോന്നാത്തത്? CPMന്ന് എത്തിയിരിക്കുന്ന ഈ RSS BJP ബന്ധത്തിൻ്റെ പേരിൽ എത്തിയിരിക്കുന്ന കുഴിയുണ്ടല്ലോ ശരത്തിന് നികത്താൻ പറ്റില്ല. കുഴിയിൽ വീണവരെ ശരത്ത് ചാണ്ടിയുമെന്നെ കെയർ ഓഫിൽ പൊക്കിയെടുക്കാനും പറ്റില്ല. ഇതൊക്കെ നമുക്കും ജനത്തിനും മനസ്സിലാവുന്നുണ്ട്. RSS ആണെങ്കിലും CPM ആണെങ്കിലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു ബാന്ധവം ഉണ്ടല്ലോ, അത് നമ്മൾ കോൺഗ്രസ് പറഞ്ഞതല്ല, ഇടത് MLA അൻവറാണല്ലോ പറഞ്ഞത്. അൻവർ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ പറയുന്നതിന് മുമ്പ് VD സതീശൻ ചാടി പറഞ്ഞു എന്നാ പറഞ്ഞേ. അതാണ് സംഭവം. എന്തൊരു അങ്ങനെ ആ ADGPയുടെ സ്വകാര്യ സന്ദർശനം ആർക്ക് വേണ്ടി പോയതെന്നാണ് അൻവർ ആരോപിച്ചത്. അതെന്താണ് കേൾക്കാത്തത്? ഈ ADGP സോളാർ കേസിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രതികളെ രക്ഷിക്കാൻ, അട്ടിമറി നടത്താൻ, ആ കേസ് അട്ടിമറിക്കാൻ പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞ സോക്കോൾഡ് CPIM MLA പറഞ്ഞത്. അതടക്കം ഈ നാട്ടിൽ അന്വേഷിക്കുകയല്ലേ ശ്രീ N. ശ്രീകുമാർ? സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുകയല്ലേ? അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലല്ലോ, അന്വേഷണ ഘട്ടത്തിലല്ലേ? പിന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനത്തിന് ഇന്നടക്കം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ ഒരു സാഹചര്യം വരുമ്പോഴും താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനെ സമീപിക്കുന്നത് ഏത് തരത്തിലാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുമാവട്ടെ, അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്. ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി RSS ബാന്ധവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവോ ഒരുപറ്റം മാധ്യമങ്ങളോ പറയുന്ന പ്രശ്നത്തിൽ CPIMനെ കുറ്റപ്പെടുത്താനോ ആരോപിക്കാനോ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞോ ഇല്ലയോ? ശ്രീ N. ശ്രീകുമാർ അത് ഭൂതകാലത്തെക്കുറിച്ച് മാത്രമാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. പക്ഷേ ആ പാർട്ടിയും RSSനോട് എടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്താണെന്ന് പറഞ്ഞത് ഒന്ന് കാണാം. ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPM-കാരെയാണല്ലോ. ഒന്നിനു പുറകെ ഒന്നായി സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോവുകയല്ല ചെയ്തത്. കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ? ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഇവിടെ ശ്രീ സജീവൻ, RSS ബന്ധം ആർക്കായിരുന്നുവെന്ന് ഈ പറയുന്നവർക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സംസാരിക്കുന്നത് സമീപകാലത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതികരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ശ്രീകുമാർ പറയുന്നത് അത് ഭൂതകാലത്തെക്കുറിച്ചുള്ളൊരു പറച്ചിൽ എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ശ്രീ സജീവൻ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തെ മുഖ്യമന്ത്രി സ്പർശിക്കുന്നുണ്ടോ, അതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ കുറെ കാലമായിട്ട് അറിയാമല്ലോ, അടുത്ത കാലത്ത് BJPയിലേക്ക് പോയ കേരളത്തിലെ നേതാക്കന്മാർ അതായിരുന്നില്ല. അപ്പൊ നേരത്തെ ശ്രീകുമാറോട് പറഞ്ഞു, EP ജയരാജൻ BJP നേതാവായിട്ടുള്ള BJPയുടെ കേരളത്തിലെ പ്രഭാരിയുമായിട്ട് ചർച്ച നടത്തിയുള്ള കാര്യം അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം EP ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞില്ല, അവർ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറി വീട്ടിലേക്ക് വരുമ്പോൾ കയറേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് സമ്മതിച്ച കാര്യമാണ്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഓഫർ ജയരാജന് കൊടുത്തതായിട്ട് ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ BJPയിലേക്ക് വരാൻ ഇദ്ദേഹം തയ്യാറായി, ഇത്ര കോടി കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു ഇതുവരെ ജാവ്ദേക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ കാണാം. അത് അങ്ങനെ കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് ഷംസീർ ഇപ്പൊ പറയുന്നതും മുഖ്യമന്ത്രി അതേ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അങ്ങനെ BJP നേതാവിനെ കാണും. ഞാൻ ജാവ്ദേക്കർ തന്നെ ഞാൻ പലവണ കണ്ടിട്ടുണ്ടല്ലോ പറയുന്നത്
തെറ്റായ കാര്യം. രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും തെറ്റായ കാര്യമാണ്. ഓക്കെ. പക്ഷെ ഇവിടെ പ്രശ്നം ഇപ്പുറത്തേക്ക് പോകുന്നതാണ്. അത് പഴയ കാര്യമല്ലല്ലോ. പണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഈ BJPക്ക് RSSന് ശാഖ നടത്താൻ വേണ്ടി സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നത് പഴയ കാര്യമാണെങ്കിൽ ആ പണ്ടല്ല ഇത് ഉദാഹരണം പറഞ്ഞുള്ളത്, അടുത്ത കാലത്താണ്. അടുത്ത കാലത്ത് പറയുമ്പോൾ അതിന്റെ പ്രസക്തി വർത്തമാന കാലത്തിലാണ്, ഭൂതകാലത്തിലല്ല. അപ്പൊ വർത്തമാന കാലത്ത് അദ്ദേഹം ഈ സംഭവം ചെയ്യുന്ന ഒരു ഇതാണ്. മറ്റത് BJPയുമായി ബന്ധപ്പെട്ട സംഘവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഗോൾവൽക്കറിന്റെ കാര്യം എല്ലാ തരത്തിലുള്ള ഒരു പൂജയുടെ കാര്യത്തിനും ഉത്സവത്തിന്റെ കാര്യത്തിനും ഗോൾവൽക്കറുടെ പടം വെക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാകാം, തെറ്റ് പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ അത് ചെയ്ത് തെറ്റായി പോയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നു. പത്മജ പോയത് അടുത്ത കാലത്താണല്ലോ, അതിന് തൊട്ടടുത്ത മുമ്പാണല്ലോ അയർലാൻഡിന് പോയിട്ടുള്ളത്. ഇങ്ങനെ ആളുകൾ പോയി. ഏറ്റവും ഒടുവിൽ മോഹനവർമ്മ പോയത് ദിവസങ്ങൾക്ക് മുമ്പാണ്. വീക്ഷണത്തിന് എഡിറ്ററായിരുന്നില്ല അദ്ദേഹം. അപ്പൊ അങ്ങനെ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇന്ത്യ എക്സ്പ്രസിൽ വന്നിട്ടുള്ള വാർത്ത അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ കേരളത്തിൽ നിന്നുള്ള ഒരു MP അപ്പുറത്തേക്ക് ചാടാനുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ അത് നിഷേധിക്കാൻ, ഇവിടെ ശക്തമായിട്ട് നിഷേധിക്കാൻ, അതൊക്കെ മനപ്പായസം ഉണ്ണലാണ് എന്ന് പറയാൻ ഇവിടുത്തെ MP-മാർക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്, ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്. അത് പറഞ്ഞില്ല. MP എന്ന് പറയുമ്പോൾ ഞാനല്ല എന്നെങ്കിലും പറയണ്ടേ? വേറെ ആരെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. ഞാനല്ല എന്ന് പറയാൻ ഇവിടെ പല ആളുകളും തയ്യാറായിട്ടില്ല. അതാണ് പ്രശ്നം. BJPക്കാർക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പാലം എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിൽ അവർ പാലം ഇടുന്നുണ്ട്. അത് ആരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ ആ പാലത്തിലൂടെ അവരങ്ങ് വലിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ചാണ്ടി ഉമ്മന്റെ ഈ പ്രവൃത്തിയെ പോലും നമ്മൾ കാണേണ്ടത് ഒരു പാലം ഇട്ടു, അദ്ദേഹം അതിന്റെ മുകളിൽ കയറി. ഇനിയിപ്പോ അത് സംഭവം ഒഴിവാക്കിയില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ലിസ്റ്റില്ല ഇല്ലാതായത് എന്തായാലും ചാണ്ടി ഉമ്മൻ വേണ്ട എന്ന് വെച്ചത് കൊണ്ടല്ല. റൈറ്റ്. ഇവിടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നേരത്തെ ശ്രീ സജീവൻ സംസാരിച്ചപ്പോൾ ശ്രീകുമാർ താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു ഒരു തർക്കം, അതിൽ എന്തോ ഒരു അഭിപ്രായം പറയാനായി. അദ്ദേഹം ആവർത്തിച്ച അവസാനവും പറഞ്ഞു നിർത്തിയത് ചാണ്ടി ഉമ്മൻ്റെ ഈ നടപടി അത് ഒരുപക്ഷെ പത്മജയും അനിൽ ആൻ്റണിയും മോഹൻ ശങ്കറും ഒക്കെ ഒരു പ്രേരകമായി മാറുന്നുണ്ടാകാം. അപ്പോൾ BJPയിലേക്ക് ഇടുന്നൊരു പാലം എന്ന തോന്നൽ ശക്തമായി ജനിപ്പിക്കുന്നുണ്ട്. അതിനെ ആ നിലയിൽ തിരുത്തിക്കാനും രാഷ്ട്രീയമായി ഇടപെടാനും കഴിയാത്ത നേതൃത്വമായി കോൺഗ്രസ് നേതൃത്വം മാറുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ 3 കാര്യം പെട്ടെന്ന് പറയാം. ഒന്ന്, ഇന്നലെ കൈരളി ചർച്ചയ്ക്കെടുത്തല്ലോ, ഇപ്പം നമ്മുടെ കോൺഗ്രസ് MP BJPയിലേക്ക് ചായുന്നു. എൻ്റെ ശരത്തെ ഒരു കോൺഗ്രസ് MP കേരളത്തിന് BJP പോയാൽ അയാളുടെ MP സ്ഥാനം നഷ്ടപ്പെടും. പിന്നെ അയാൾ ജയിപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച പോലെ CPM പിന്തുണയ്ക്കണം, എന്നാലേ ജയിക്കുള്ളൂ. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, കൊലപ്പെടുത്തിയ RSSുമായിട്ട് അല്ല, ഞാൻ പറയട്ടെ, RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPM പ്രവർത്തകരെ കുറിച്ച് അല്ല, മാർക്സിസ്റ്റ് പ്രവർത്തകരെ RSS കൊലപ്പെടുത്തിയവരെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ ചോദിക്കുന്നത്. എങ്കിൽ എന്തിനാ സഖാവെ നമ്മളുടെ ഭരണകാലത്ത് ഒരു ADGP ഇങ്ങനെ പോയെന്നാണ് ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കൈ ഉയർത്തിയത് സജീവൻ പറഞ്ഞു മോഹനവർമ്മ BJP പോയെന്ന്. വീക്ഷണത്തിൻ്റെ ചീഫ് എഡിറ്റർമാരായി വരുന്നതൊക്കെ രാഷ്ട്രീയം നിർബന്ധമല്ല. C രാധാകൃഷ്ണൻ ചീഫ് എഡിറ്ററായിരുന്നു, KL മോഹനവർമ്മ ചീഫ് എഡിറ്ററായിരുന്നു. എന്തിന്? നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടക്കം വീക്ഷണത്തിൻ്റെ പത്രാധിപസമിതിയിലുണ്ടായിരുന്നു. ആ പത്രത്തിന് അങ്ങനെ ഒരു CPMൻ്റെ ദേശാഭിമാനിയെ പോലെയുള്ള ഒരു എല്ലാവരും കോൺഗ്രസ്സുകാരാവണം എന്നൊരു ചിന്തയില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, മോഹനവർമ്മ പോയതുകൊണ്ട് C രാധാകൃഷ്ണനെ പോലുള്ളവരും ചീഫ് എഡിറ്റർമാരായിരുന്നു എന്ന് പറയാൻ വേണ്ടി കൈ ഉയർത്തിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച എന്താ വെച്ചാൽ എവിടെ ശ്രീകുമാർ അദ്ദേഹം ഒരു പേരാണ് എടുത്തു പറഞ്ഞത്. ആദരണീയനായിട്ടുള്ള എഴുത്തുകാരൻ KL മോഹനവർമ്മ BJPയിലേക്ക് പോയെന്ന് വെച്ചാൽ അദ്ദേഹം ധരിക്കുന്നത് കോൺഗ്രസ്സുകാരനായ KL മോഹനവർമ്മ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവമുള്ള KL മോഹനവർമ്മ, N ശ്രീകുമാറിനെ പോലെയുള്ള KL മോഹനവർമ്മ വീക്ഷണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോയി എന്നാണ് അദ്ദേഹം ധരിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ശ്രീ മോഹനവർമ്മ ആ ബഹുമാനത്തോടെയാണ് അതേക്കുറിച്ച് സൂചിപ്പിച്ചത്. അതിൽ തെറ്റുണ്ടോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചെങ്കിൽ? അല്ല ശരത്ത്, അങ്ങനെ വിചാരിക്കേണ്ട. ശ്രീകുമാറിനെ കൂട്ടിക്കെട്ടണ്ട. മനസ്സിലായി, സൂത്രം മനസ്സിലായി. ശ്രീകുമാറിന്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാ, പണ്ട് തൊട്ടേ എനിക്കതറിയാം, എനിക്ക് നന്നായി അറിയാം. പണ്ട് തൊട്ടേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരാളാ. അതെ,
റൈറ്റ്. ഇവിടെ അപ്പൊ പിന്നെ എന്നെ കൂട്ടിക്കെട്ടണ്ട. ആ. ഞാൻ കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകനാണ്. ആ പക്ഷം ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചയിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ശ്രീ സജീവൻ, അദ്ദേഹം പറഞ്ഞു വെച്ചു. ശ്രീമാരെ, മോഹനവർമ്മ അന്ന് BJP കാരനായിരുന്നു ഭീഷണത്തിന്റെ സമയത്ത്. എനിക്കറിയില്ലേ, അദ്ദേഹം BJP കാരനായിരുന്നെങ്കിൽ പോയാൽ കുഴപ്പമില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നതാണ് എൻ്റെ കോൺഗ്രസ് അനുഭാവിയായിരുന്നുള്ള കാര്യമാണ് എനിക്കറിയാവുന്നത്. അദ്ദേഹം BJP കാരനാണ്. ഭീഷണം രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയം നോക്കിയല്ല നിയമിച്ചിരുന്നത്. അതൊക്കെ കെ.എൽ. മോഹനവർമ്മയെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ അദ്ദേഹം BJP കാരനോ അതിന് മുമ്പത്തെ RSS കാരനോ അല്ലെങ്കിൽ CPM കാരനോ ആയിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ മോഹനവർമ്മയെ കുറിച്ച് എനിക്കറിയില്ല. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമില്ല. അല്ല സജീവ, അല്ല ബാലേന്ദ്ര ചുള്ളിക്കാട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരുമിച്ച് വീക്ഷണത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതാ. വീക്ഷണം അങ്ങനത്തെ ഒരു പത്രമാണ്. അല്ല, അത് വീക്ഷണത്തെക്കുറിച്ചല്ല ചർച്ച, വീക്ഷണത്തെക്കുറിച്ചല്ല. വീക്ഷണത്തിൻ്റെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. പക്ഷേ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള മോഹനവർമ്മ സാറ് അല്ലെങ്കിൽ ശ്രീ കെ.എൽ. മോഹനവർമ്മ BJP-യിലെ അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ശരി, നമുക്ക് ആ ചാപ്റ്റർ അവിടെ വിടാം. ഞാൻ ലാലിന് അതല്ലല്ലോ ചർച്ച. അതെ, ലാൽ താങ്കളുടെ ഊഴമാണ്. ഇതേക്കുറിച്ച് എന്തോ കമൻറ്റ് ചെയ്യാൻ ഇങ്ങനെ വെമ്പുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ADGP ഉയർത്തിക്കാട്ടി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനത്തെ ഉയർത്തിക്കാട്ടി CPIM-ൻ്റെ RSS വിരുദ്ധ നിലപാടിനെ എവിടെങ്കിലും ഒരു ചെക്ക് വെക്കാൻ കേരളത്തിലെ ഇന്നത്തെ ഈ വിവാദം മതിയാകുമോ? നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം സമയം കൂടി നോക്കും. വർമ്മ സാറിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. വർമ്മ സാറുമായി ബന്ധപ്പെട്ട വാർത്ത, മോഹനവർമ്മ സാറിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം BJP-യിലേക്ക് പോയി എന്നാണ് വാർത്ത. പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും നിൽക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ഭാഷാ പരിജ്ഞാനം അത്ര ഇല്ല, നിങ്ങളുടെ അത്രയും എന്തായാലും ഭാഷ കൈകാര്യം ചെയ്തുള്ളൊരു പരിചയം എനിക്കില്ല. പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്തോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലാൽകുമാർ, എനിക്ക് CPM-ന് മെമ്പർഷിപ്പ് ഇല്ല. ഞാൻ CPM മെമ്പർഷിപ്പ് എടുത്തു എന്നായിരിക്കാം ചിലപ്പം പ്രാധാന്യമുള്ളൊരു വാർത്തയായി വരണമെങ്കിൽ അത് വരിക. അപ്പോൾ ഞാനിപ്പോൾ CPM-ൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞൊരു വാർത്തയാകേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. അപ്പോൾ എന്താ, ഞാൻ CPM-ൽ മെമ്പർഷിപ്പ് എടുത്തു, അല്ലെങ്കിൽ വർമ്മ സാർ മെമ്പർഷിപ്പ് എടുത്തു. ഇതല്ല ചേരുക ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പോയി ചേരുക. അപ്പോൾ മറ്റിടത്തു നിന്നാണ് വരുന്നതെന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ആ വാർത്തയിൽ നിന്ന് ജനങ്ങൾക്കൊരു ഇംപ്രഷൻ കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ അതിനെ കണക്കാക്കിയത്. പോട്ടെ, അദ്ദേഹം BJP സഹയാത്രികനായിരുന്നെങ്കിൽ ആകട്ടെ, അത് നമ്മുടെ വിഷയത്തിൽപ്പെടുന്ന കാര്യമല്ല. പിന്നെ അടുത്തത് ഈ പറയുന്ന അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട്, ലുക്ക്, അജിത് കുമാർ കണ്ടത് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി അദ്ദേഹം പ്രൈവറ്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അത് എന്താണ് അവിടെ ചർച്ച ചെയ്തത്? ഈ പറയുന്ന അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഡെവലപ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹം VD സതീശൻ പറഞ്ഞ് ഇദ്ദേഹം പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. ഇതൊക്കെ VD സതീശനെ എവിടെ നിന്നാണ് കിട്ടിയത്? ചുമ്മാ അങ്ങ് പറയുക. ഏതാ, നമുക്കിപ്പോൾ അന്നാലല്ലേ ഇത് കൊഴുക്കത്തുള്ളൂ, അന്നാലല്ലേ ഈ പറയുന്ന കാര്യം മുഖ്യമന്ത്രിയിലേക്ക് മുട്ടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഒരു സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ്, ഇഫ് ദേ ആർ കേപ്പബിൾ ഇനഫ് ടു ഷോ മീ, എൻ്റെ കാണിക്കാൻ പറ്റുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പോയി ഇതുമായി ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട്. ഈ പറയുന്ന മുഖ്യമന്ത്രിയെ RSS-ഉമായിട്ട് കൂട്ടിക്കെട്ടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 8 വർഷമായി. ഞാനും 8 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ശരത്തേട്ടനും 8 വർഷമായിട്ടില്ലേ? RSS ബാന്ധവം അതാണ് ഇതാണ്. ഇതൊക്കെ സ്വർണ്ണക്കടത്തിൻ്റെ സമയത്ത് എന്തൊക്കെ പറഞ്ഞു? ഈ സ്വർണ്ണക്കടത്ത് ഈ രക്ഷിക്കാൻ പോകുന്നതിന് കാരണം ഇതാണ്. ഇതെല്ലാം പോട്ട് ഇവർക്കെല്ലാം കൂടെ വിചാരിച്ചിട്ട് ആ മനുഷ്യനെതിരെ ഒരു പീസ് ഓഫ് പേപ്പർ ആ മനുഷ്യനെതിരെ ഒരു എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? കോടതിയിൽ ഇപ്പോൾ ഉണ്ട്. RSS ഒക്കെ പോട്ടെന്നേ. ഈ പറഞ്ഞ മാത്യു കൊഴുനാടൻ തന്നെ എത്രമാത്രം ലിറ്റിഗേഷൻ നടത്തുന്നുണ്ട്, കോൺഗ്രസിൻ്റെ MLA അല്ലേ? ഒരു പീസ് ഓഫ് പേപ്പർ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പ്രിജുഡൈസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതില്ല. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ, ബാക്കിയുള്ളത് ഭയങ്കരമായ ആരോപണമാണ്. അതിനിയും വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചർച്ചക്കകത്തിരുന്നപ്പോൾ പറഞ്ഞാണ്, ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാര്യം പ്രതിപക്ഷത്തിന് വേറെ തൊഴിലൊന്നുമില്ല, ഈ പറയുന്ന ആരോപണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുപരി ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്രയും പോലും തൊഴിൽ. ഈ തുടങ്ങിയത് മാധ്യമപ്രവർത്തകരാണല്ലോ. നമ്മൾ ശരത്തേട്ടൻ ചർച്ച തുടങ്ങിയത് മാധ്യമപ്രവർത്തകരിലാണ്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊരിഞ്ഞ പോരാട്ടമാണ്. യഥാർത്ഥി ആരാദ്യം എത്തും, ഈ ആഴ്ച അടുത്ത ആഴ്ച തമ്മിലുള്ള മത്സരം യഥാർത്ഥത്തിൽ എനിക്ക് ശ്രീകുമാരേട്ടനോട് വൈരാഗ്യം ഉണ്ടാകുകയും ഞാൻ ശ്രീകുമാരേട്ടനെ എഴുന്നേറ്റ് അടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശ്രീകുമാരേട്ടനോ ഞാനോ എൻ്റെ പാർട്ടിക്കാരോ ശ്രീകുമാരേട്ടൻ്റെ പാർട്ടിക്കാരനോ അല്ല, ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. എന്നാലല്ലേ ഈ സാധനം വിറ്റുപോകത്തുള്ളൂ. അത്രമാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ശരി, ഏതായാലും കൂടുതൽ വിൽക്കാനില്ല, ഞാൻ നിർത്തുകയാണ്. വളരെയധികം നന്ദി ലാൽകുമാർ, ശ്രീകുമാർ, അതുപോലെ ശ്രീ സജീവൻ സഹകരിച്ചതിന്. ന്യൂസ് അവസാനിക്കുന്നു.